നമസ്കാരം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് സ്വാഗതം. അടുത്ത 4 മണിക്കൂർ കാണാൻ പോകുന്നത് രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം എങ്ങനെ ചിന്തിക്കുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ. വരുന്ന 5 വർഷം ഇന്ത്യയെ ആര് നയിക്കും, ആര് നിയന്ത്രിക്കുമെന്ന സുപ്രധാന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് നമ്മൾ. രാജ്യമെമ്പാടും വലിയ പ്രചരണങ്ങൾ നടക്കുന്നു. കേരളത്തിന്റെയും സ്ഥിതി അതുതന്നെയാണ്. അവിടെയാണ് ഇന്ന് ന്യൂസ് 18 ഫ്രെയിമിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? മാർച്ച് 1 വരെ നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് ഇവിടെ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു സർവേ രാജ്യവ്യാപകമായി നടത്തിയത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സർവേകൾ നടത്താറുണ്ട്. അതിന് അവലംബിക്കുന്ന അതേ മാർഗം തന്നെ, ശാസ്ത്രീയമായ മാർഗങ്ങൾ തന്നെയാണ് ന്യൂസ് 18 ഈ സർവേക്ക് വേണ്ടി അവലംബിച്ചിരിക്കുന്നത്. ഒരു പടി കൂടി നമ്മൾ കടന്നിട്ടുണ്ടെന്ന് നമ്മൾ പ്രത്യേകം പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ സർവേകളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത്. അതായത് 21 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ആധികാരികത കൂടിയിട്ടുണ്ട്, എത്രമാത്രം സമഗ്രമാണ് എന്നത് വ്യക്തമാകുന്നതാണ്. കാരണം ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 21 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു. അവിടെ തന്നെ 518 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ 95% ലോക്സഭാ മണ്ഡലങ്ങളും ഈ സർവേയുടെ പരിധിയിൽ വന്നിരിക്കുകയാണ്. റാൻഡം സാമ്പിളിംഗ് ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 511 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഞങ്ങളുടെ പ്രതിനിധികൾ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ചെന്നു. നേരിട്ട് കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ ഫലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ജുഷ, ഒരു കാര്യം കൂടി, 2 ടയർ ചെക്കിംഗ് ആണ് നമ്മൾ ഈ സർവേയിലൂടെ നടത്തിയിരിക്കുന്നത്. അതായത് സാധാരണ റാൻഡം ചെക്കിങ്ങിലൂടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്ന ശൈലിക്കും അപ്പുറം 20% ആളുകളെ തിരിച്ചങ്ങോട്ടേക്ക് വിളിച്ച് റാൻഡം സാമ്പിളിംഗിലൂടെ അഭിപ്രായം എടുക്കുമ്പോൾ ഇപ്പോൾ ചെന്ന് കാണുന്ന ആളുകൾ കൃത്യമായ വിവരമാണോ നൽകുന്നത്? ഈ രേഖപ്പെടുത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഫലം മിസ്സായി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുമല്ലോ. അതിനുവേണ്ടിയല്ലോ ഇങ്ങനെയുള്ള ഈ 20% തീർച്ചയായിട്ടും ടെലി സാമ്പിളിംഗ് ആണ്. കൃത്യമായി വിളിച്ച് നൽകിയ രേഖകൾ അത് കൃത്യമാണോ, നിങ്ങളുടെ അഭിപ്രായം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി, ആ സർവേയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമുള്ള ഒരു നീക്കം കൂടിയാണ് ഈ സർവേയിൽ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത്. ഏത് മാർഗമാണ് സജിത്? ഇപ്പോൾ നമ്മളൊരു സർവേക്ക് പോകുമ്പോൾ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക്, വോട്ടർമാരുടെ മുമ്പിലേക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കണമല്ലോ. അതിനുവേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്? മഞ്ജുഷ, സ്വാഭാവികമാണ്, കൃത്യമാണ്. അതായത് നേരിട്ട് നിങ്ങൾ ആർ വോട്ട് ചെയ്യും എന്ന ചോദ്യത്തിന് ജനങ്ങൾ കൃത്യമായ മറുപടി തരണമെന്നില്ല. ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു മറുപടി. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരവധി ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. എല്ലാ സർവേകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാവ്, നിങ്ങൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ, അതിലെടുക്കുന്ന ഘടകങ്ങൾ, ജീവിത രീതി, അങ്ങനെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ MP, ഇപ്പോൾ നിലവിലുള്ള MP എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? എത്രത്തോളം ഈ നിലവിലുള്ള MP-യിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്? ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതൊരു കൃത്യമായ ടൈം പീരീഡിൽ ഈ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിനകം പുറത്തു വന്ന സർവേകളിൽ നിന്നും ഈ സർവേയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും ഈ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട വിഷയം, കേരളത്തിന്റെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്ന് കൃത്യമായ പരിശോധനയും ഇവിടെ ഈ സർവേയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് സജിത്ത്. ഇപ്പോൾ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നതുപോലെ ആകണമെന്നില്ല കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ റാൻഡം സാമ്പിളിംഗിൽ ഈ ഫലങ്ങൾ കാണുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് നിലവിലത്തെ സ്ഥിതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെല്ലാം മാറ്റം കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നു? ഇനി നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങളുടെ MP-യിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്താകമാനം കാണുന്ന ആയിരിക്കണമെന്നില്ല കേരളത്തിൽ വരുന്നത്. അവിടെ കൗതുകമായിരുന്ന ഒരു ചോദ്യം മുൻകാല സർവേകളിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ തോന്നുന്നു. കാരണം നരേന്ദ്രമോദി ആവണം പ്രധാനമന്ത്രി എന്ന് രാജ്യത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അഭിപ്രായം വരുമ്പോൾ കേരളത്തിൽ ഇത് വ്യത്യസ്തമാണ് എന്നാണ് ചിത്രം. അവിടെ രാഹുൽ ഗാന്ധിയാണ് വരാറുള്ളത്. ഇത്തവണത്തെ സർവേയിൽ എന്താണെന്നത് അങ്ങേയറ്റം പ്രസക്തമാണ്. ഇന്നും നാളെയും 2 ദിവസമായിട്ടാണ് ഈ സർവേയുടെ ഫലങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ ഈ ചോദ്യാവലിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അതും ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ ഉത്തരങ്ങളും ഇന്നും നാളെയുമായിട്ടാണ് പൂർണ്ണമായിട്ടും പുറത്തുവിടുന്നത്. അത് മാത്രമല്ല, ഈ 518 ലോക്സഭാ മണ്ഡലങ്ങൾ, 545-ൽ 518 മണ്ഡലങ്ങളാണ് സർവേ എടുത്തത്. അതിൽ മുഴുവൻ സർവേ ഫലങ്ങളും ഇന്ന് പുറത്തുവിടുന്നില്ല. ബാക്കി സസ്പെൻസ് ആയിട്ട് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കതിന്റെ ഒരു സൂചകം പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യം 6:30 തന്നെ ഞങ്ങൾ ആദ്യ സൂചന പുറത്തുവിടും. ഏത് സംസ്ഥാനത്തിന്റെ? നമ്മൾ ബീഹാർ ആയിരിക്കും പുറത്തുവിടാൻ. ഏറ്റവും ആദ്യം പുറത്തുവിടാൻ പോകുന്നത് ബീഹാറിന്റെ ഫലമാണ്. ഇത്തവണ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ ഏത് രീതിയിൽ മാറും, ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു
പ്രധാന സൂചകമാണ് ബീഹാർ എന്ന് പറയുന്നത്. അവിടെ മുന്നണി സംവിധാനത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന മാറ്റം ഇതെല്ലാം ഏത് രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു, അവിടെ NDA എങ്ങനെ പെർഫോം ചെയ്യുന്നു, മഹാഗഡ്ബന്ധൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതിനു മുൻപ് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇല്ലേ, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണത്. അതേതാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെ മാറ്റമുണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ വോട്ടർമാരോട് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി വരുന്ന മിനിറ്റുകളിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മാറ്റമുണ്ടായി എന്ന വ്യത്യസ്ത മാറ്റമാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ആ മാറ്റം എന്താ എന്നത് കൃത്യമായി തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സരിത, ഇത് കഴിഞ്ഞ 5 വർഷത്തിനിടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറി എന്നുള്ളതിന് ദേശീയ തലത്തിൽ നടത്തിയ സർവേയുടെയും അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രം സാമ്പിളിംഗ് ഉണ്ടായിരുന്നല്ലോ, കേരളത്തിലെ മാത്രം കണക്കും അത് രണ്ടായിട്ട് തന്നെ നമ്മൾ പുറത്തുവിടുകയാണ്. അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ സർവേയിൽ രാജ്യവ്യാപകമായി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? 67% ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ 5 വർഷത്തിനിടെ മെച്ചപ്പെട്ടു എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല എന്ന അഭിപ്രായം പറഞ്ഞവർ 25% എന്ന മറ്റൊരു ചിത്രമുണ്ട്. അതായത് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മെച്ചമുണ്ടായി എന്ന് 67% പേർ പറയുമ്പോൾ മാറ്റമുണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ 25%. മോശമായി എന്ന് പറയുന്നത് 7% മാത്രമാണ്. അതായത് മോദി സർക്കാരിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൂടിയാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. അതായത് മോദി സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം കിട്ടി, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാവുകയാണ് ഉണ്ടായത് രാജ്യത്ത് എന്ന് അഭിപ്രായപ്പെട്ടത് 67%, മാറ്റമില്ല എന്ന് പറഞ്ഞത് 25%, മോശം 7%, അഭിപ്രായമില്ലാത്തത് 1%. ഇനി ഈ കണക്ക് കേരളത്തിൽ വരുമ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും? കേരളത്തിലാണ്. കേരളത്തിൽ വരുമ്പോൾ ആ കണക്കിൽ ചില മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറി? മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് 41%. അതായത് നേരത്തെ ദേശീയ തലത്തിൽ കണ്ടത് 67%, ഇവിടെ കണ്ടത് 41% മെച്ചപ്പെട്ടു എന്നുള്ള അഭിപ്രായം. മാറ്റമില്ല 39%. മോശമായി എന്ന അഭിപ്രായം പറയുന്നത് 18% പേരാണ്. അഭിപ്രായം പറയാത്തവർ 2%. അതായത് ദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായി തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം വന്നിരിക്കുന്നത്. അത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ പ്രകടമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതും സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ വരാൻ പോകുന്ന സമയത്ത് അടുത്ത 1 വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് അടുത്തതായിട്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന ചോദ്യമാണ്. അവിടെയാണ് പ്രസക്തം. മെച്ചപ്പെടുമെന്ന് 72% പേർ. ഇനി ദേശീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ 72% പേരും സാമ്പത്തിക സ്ഥിതിയിൽ 67% ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ അടുത്ത 1 വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഭാവിയിലേക്കുള്ള കാര്യം അവർ പറയുന്നു 72%. അതായത് 5% വീണ്ടും കൂടുകയാണ്. അവിടെ മാറ്റമുണ്ടാകില്ല എന്ന് 21%, മോശമാകുമെന്ന് 5%. ഇങ്ങനെയാണ് കണക്ക്. ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അടുത്ത 1 വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നുള്ള ഉത്തരം, കേരളത്തിൽ നടത്തിയ സർവേയിൽ 61% മെച്ചപ്പെടും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമാണോ എന്ന് ചോദിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് അല്ലേ? കൂടുതൽ ആളുകൾ മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷ. മാറ്റമുണ്ടാകില്ലെന്ന് 26% പേർ, മോശമാകുമെന്ന് 10%, അഭിപ്രായമില്ല എന്ന് 3%. മഞ്ജുഷ, വേഗത്തിൽ ഒരു കാര്യം, ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് നിന്നും ഈ കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തിയാണോ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിന്റേത് മാത്രം എന്നുള്ള ചോദ്യം നമ്മൾ അവിടെ ഉന്നയിച്ചിട്ടില്ല അല്ലെ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അതാണ്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ കൂടെ വിലയിരുത്തൽ ഇതിനകത്ത് ഉണ്ടായേക്കാം. അത് കേരളത്തിൽ വരുമ്പോൾ ശരിയാണ് അല്ലെ? അതും പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. 61% മെച്ചപ്പെടും എന്നും പറയുന്നുണ്ട്. അടുത്ത മലയാളികൾ ശുഭാപ്തി വിശ്വാസക്കാരാണ് എന്ന ഒരു പൊതു ചിത്രം എന്തായാലും ഈ കണക്കിന്റെ അകത്തുണ്ട്.